സ്വന്തം ഭൂമിയിൽ ജൈവ വൈവിധ്യ കലവറ തീർത്തതിലൂടെ ആലപ്പുഴ കണ്ടല്ലൂർ സ്വദേശിനി ദേവകി അമ്മയെ തേടി പത്മശ്രീ പുരസ്കാരം എത്തിയിരിക്കുകയാണ്. 40 വർഷത്തിലധികം നീണ്ട പ്രയത്നത്തിലൂടെയാണ് 4.5 ഏക്കറിനെ മാതൃകാ ഭൂമിയാക്കി മാറ്റിയത്. മക്കളും ചെറുമക്കളും സമാന മനസ്സോടെ ഒപ്പം ചേർന്നപ്പോൾ ഇന്നും പുതിയ മരങ്ങൾ ഇവിടെ തളിരിടുകയാണ്. ഭൂമിദേവിയെ പൂജിച്ചതിനുള്ള പ്രസാദമായാണ് ദേവകിയമ്മ ഈ പുരസ്കാരങ്ങളെ കാണുന്നത്. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വനങ്ങളില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ സ്വന്തം ഭൂമിയിൽ ഒരു വനം സൃഷ്ടിച്ച അത്തരത്തിലുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഇപ്പോൾ പത്മശ്രീ പുരസ്കാരം കൊല്ലകൽ ദേവകിയമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എത്രത്തോളം സന്തോഷമാണ്, അതിന്റെ വിവരങ്ങളൊന്ന് തിരക്കാം. എത്രത്തോളം സന്തോഷമുണ്ട് ഇപ്പോൾ ഈ അവാർഡ്, ഈ ഒരു പുരസ്കാരം കിട്ടിയതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ഞാൻ ചെയ്തതിന് ഉള്ള ഒരു ഫലം എനിക്ക് ഈശ്വരൻ തന്നു. അത് എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ എത്ര വർഷം കൊണ്ടാണ് ഇത്രയും ഒരു വനം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്? 40 വർഷം കൊണ്ടാണ്. എനിക്കൊരു 45 വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, കാർ ആക്സിഡൻറ്റ്. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ എല്ലാം കൃഷിയുടെ നെൽകൃഷിയാണല്ലോ ഓണട്ടേറെ സ്ഥലമായിരുന്നു. നെൽകൃഷി തനിയെ നിന്നു. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ വെറുതെ കിടന്നു. നടക്കാൻ തുടങ്ങിയപ്പം ഓരോന്നിങ്ങനെ വെച്ചു. അത് കൊച്ചു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് പിടിച്ചു. അപ്പോൾ നമ്മൾ വെച്ച് വെക്കുന്നത് പിടിച്ച് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. വനമാകണമെന്നൊന്നും ഉദ്ദേശിച്ച് വെച്ചതല്ല, പക്ഷേ അത് വനമായിട്ട് മാറി. അപ്പം ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് വനമില്ലാത്തതിന് കൈ നട്ട് നനച്ച് വളർത്തി ഒരു വനം സൃഷ്ടിച്ചു. അതിൻ്റെ പേരിലുള്ള പുരസ്കാരങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും. ഇപ്പോൾ കിട്ടിയതുമല്ല. ഇതിൽ എത്രത്തോളം വൈവിധ്യമാണുള്ളത്? അതിനകത്ത് വൈവിധ്യമേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ ചെടിയൊന്നും വെച്ചല്ല. കൈ കിട്ടുന്നതെല്ലാം നട്ടു വളർത്തുക. അതിനകത്ത് മരുന്നുകൾക്കുള്ളതുകൊണ്ട്, ഒത്തിരി പൂ കൊടിക്കുന്നതുണ്ട്. അങ്ങനെ ഒരേ രീതിയിലുള്ളതൊന്നുമല്ല, കിട്ടുന്നതെല്ലാം വെക്കുക. വനത്തിലുണ്ടാവാറുള്ള എല്ലാം അതിൽ കൂടുതലുണ്ടെന്ന് പറയാം. അതിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുമായിരുന്നു മകളെന്ന നിലയ്ക്ക്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ മക്കളെല്ലാവരും, കൊച്ചുമക്കൾ 4ാം തലമുറ വരെ നല്ല സപ്പോർട്ടാണ്. അമ്മ പറഞ്ഞതിലെ ഒരു കറക്ഷന്, ഇതിപ്പോൾ നെൽകൃഷി നിന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു സംശയമുണ്ട്, ഇത് പാടം നികത്തിയതാണോ എന്ന്. അതല്ല, ഇത് പുരയിടം. നമുക്കിവിടെ പുരയിടം, തറ, പാടം 3 ലെവലാണ് ഓണാട്ടുകരയിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കൊയ്ത്തിനെ കൊണ്ടുവന്ന് കറ്റ കൊണ്ടുവെക്കുന്നത്, കച്ചി വിരിക്കുന്നത്, എള്ളു വരുമ്പോൾ അതിൻ്റെ ഹാർവെസ്റ്റിംഗ് അതിനുള്ളതാണ്. വയൽ വേറെയായിരുന്നു, അല്ലാതെ വയൽ നികത്തി ചെയ്തതല്ല. പുരയിടത്തിനകത്ത് പാടത്തോട്ട് ഇറങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് പുരയിടത്തിൽ ഈ പുരയിടം അതിനുവേണ്ടി ഇങ്ങനെ അധികം മരങ്ങളില്ലാതെ അതിൽ മാത്രം പുറം പുരയിടങ്ങളിലും ഉള്ളായിരുന്നു മരങ്ങൾ. കാരണം ഇവിടെ ഈ സ്ഥലം നമുക്ക് കൊയ്ത്തും മതിയും വരുമ്പോഴും എള്ളിൻ്റെ പറിച്ചു കൊണ്ടുവരുമ്പോഴും നമുക്ക് ഈ സ്ഥലം ഇവിടെ ഉള്ളവർക്കറിയാം, നമുക്കിതെല്ലാം ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ മരം നടാൻ പറ്റത്തില്ല. അപ്പോൾ ആ സ്ഥലമെല്ലാം ഞങ്ങൾ കൊണ്ട് നടുമ്പോഴും അച്ഛൻ പറയും, അവിടെ നടരുതേ, കൊയ്ത്തും മതിയും വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം വൃത്തിയാക്കുമ്പോഴത്തേക്കും നിങ്ങൾ നട്ടതെല്ലാം പോകും. ഇടവിള കൃഷി ഇടയ്ക്ക് ഇഷ്ടം പോലെ നടത്തും, പക്ഷേ കറക്റ്റ് ആ സമയത്ത് നമുക്ക് കൊയ്ത്തും മതിയും വരുമ്പോഴത്തേക്കും ഹാർവെസ്റ്റിംഗ് ടൈം വരുമ്പോഴേ ഇടവിള കൃഷിയെല്ലാം നമുക്ക് കാച്ചില ചേമ്പ് എല്ലാം പറിച്ചെടുക്കുന്ന ഇതാണ്. സാധാരണ ഈ ചൊരിമണലിൽ വളരാത്ത സ്ഥലം എന്തൊക്കെ വൈവിധ്യമാർന്നതാണ് സസ്യങ്ങളും മരങ്ങളുമാണ് ഇവിടെ ഉള്ളത്? ഹിമാലയൻ ചെമ്പക വരെ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ സൂചിപ്പൈന്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ 2016 മുതലാണ് എൻ്റെ സബ്ജക്റ്റ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആ 2016 ചൂട്, പിന്നെ 2018 മഴയൊക്കെ വന്നിട്ട് ഇവിടെ വെള്ളക്കെട്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ള പ്രശ്നം. നാച്ചുറലായിട്ടുള്ള ഡ്രെയിനേജ് ഇല്ല. അപ്പോൾ വെള്ളം കെട്ടി നിന്നിട്ട് അപൂർവമായിട്ടുള്ള പലതും നഷ്ടപ്പെടുന്നുണ്ട്, വലിയ മരങ്ങൾ വരെ. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പോൾ അമ്മയാണ് പറഞ്ഞു തന്നത്, ഇപ്പോഴത്തെ റെയിൻഫോൾ പാറ്റേൺ ഡിഫറൻറ്റാണ്. മഴ കഴിയുമ്പോൾ ഉടനെ തന്നെ നല്ല വെയിലാണ്. ഈ ചൂട് വെള്ളം മണ്ണിലോട്ട് താഴുകയാണ്. ഇത് ചെന്ന് വേരിനെ അഫക്റ്റ് ചെയ്താണ് പോകുന്നതെന്ന് ആ ഒരു നോളജ് എനിക്ക് ഇത്രയും പഠിച്ചിട്ടും കിട്ടിയിട്ടില്ല. അമ്മ തന്നതിൽ നിന്നാണ് അത് അമ്മയുടെ അറിവിൽ നിന്നാണ് കിട്ടിയത്. എന്തൊക്കെ പുരസ്കാരങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ലഭിച്ചു? അമ്മയ്ക്ക് ആദ്യം കിട്ടുന്നത് ഇന്ദിരാ പ്രിയദർശിനി വിശ്വമിത്ര അവാർഡ് 2003. അത് കഴിഞ്ഞിട്ട് നാഷണൽ അവാർഡ് കിട്ടുന്നത് നാരീശക്തി അവാർഡ് 2018. അത് കഴിഞ്ഞ് നാരീശക്തി അവാർഡ് കഴിഞ്ഞ് 2019 തരുന്നത്. 2020 രാഷ്ട്രപതി പ്രത്യേകമായിട്ട് വിളിപ്പിച്ചിരുന്നു. 20 തന്നെ ഉപരാഷ്ട്രപതിയുടെ അവിടെയും പോകേണ്ടി വന്നു. കുറച്ച് ഡോക്യുമെൻറ്റേഷൻ കേരളത്തിൽ നിന്ന് അമ്മയെ മാത്രമാണ് വിളിപ്പിച്ചത്. പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ വനമിത്ര അവാർഡ്, ഫാം ഫോറസ്ട്രി അവാർഡ്, ഭൂമിത്ര അവാർഡ്, പിന്നെ അത് കഴിഞ്ഞ് ഗ്രീൻ ഇൻഡിവിജ്വൽ അവാർഡ്, ബയോഡൈവേഴ്സിറ്റി ബോർഡ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ബോർഡുകാരാണ് ആ ജൈവ വൈവിധ്യത്തിനെ കുറിച്ച് കുറച്ചുകൂടെ. നമ്മളങ്ങനെ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, എന്ത് കിട്ടിയാലും കൊണ്ട് നടുക. എന്തിനാന്ന് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവില്ല. ചിലത് കാണാനുള്ള ഭംഗി. അപ്പോൾ എനിക്ക് ആ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ വന്നാൽ ജലം സംരക്ഷിക്കുക. അപ്പം നമ്മൾ വാട്ടർ കൺസർവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യും. ആ ജൈവവൈവിധ്യം സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി, ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല. ആഹാരം നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, നല്ലതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഹെൽത്ത്,
സാധാരണ അവിടെ വന്നായിരുന്നു നമ്മുടെ ഞാൻ ടോക്കിനൊക്കെ പോകുമ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴ് ആ ഹെൽത്തും കഴിഞ്ഞിട്ട് ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്, ഹാപ്പിനെസ് ഇൻഡെക്സ് ഭൂട്ടാനിലൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മയുടെ ഒരു കാര്യത്തിൽ അമ്മ പറയുന്നാൽ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അത് ഓരോ സ്റ്റേജിലും വന്നിട്ട് ഹാപ്പിനെസ്സിൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് തന്നെ നിൽക്കുന്നു. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ 2 പൂക്കൾ ശിംശിവ പൂത്തത്, മറ്റേ പിന്നെന്തുവായിരുന്നു മോളെ വെള്ള പൗഡർ പഫ്. അപ്പോൾ അത് ഓരോന്നും പൂക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. അവളുടെ അടുത്ത് നിന്ന് അമ്മയുടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പുതിയതെന്നല്ല, ഓരോ വർഷവും ആദ്യം പൂക്കുന്നത്. 2 വർഷം മുമ്പാണ് മെഴുകുതിരി മരത്തിൽ ആദ്യമായിട്ടൊരു പൂവുണ്ടായത് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന്. അപ്പോൾ അത് ദൈവം അല്ലെങ്കിൽ പ്രകൃതി തന്ന ഒരു ബർത്ത്ഡേ പ്രസൻറ്റ്. ഇതൊക്കെ ആ ഭൂമിദേവിക്ക് തന്നെ സമർപ്പിക്കുന്ന ചിന്തയോടായിരുന്നു ഇതെല്ലാം ചെയ്യുന്നത്. അതെ അതെ, ഭൂമിദേവിക്ക് സമർപ്പിക്കുന്ന ചിന്തയോടെ തന്നെ വെച്ചാൽ നമ്മുടെ എല്ലാം മാതാവ് അമ്മയല്ലേ, അമ്മയിൽ നിന്നാണല്ലോ നമുക്ക് എല്ലാവർക്കും എല്ലാം കിട്ടേണ്ടത്. അപ്പോൾ നമ്മളത് അവരെ ഉപദ്രവിക്കാതെ അവരെ സംരക്ഷിക്കുക തന്നെ വേണം നമ്മൾ ആരായാലും. ഇപ്പം മോളും ആ ഒരു രംഗത്തേക്ക് തന്നെയാണോ വരുന്നത്? 3ാമത്തെ തലമുറയായി. അതെ അതെ, ഇപ്പം ഞാൻ ബോട്ടണിയിൽ PhD ചെയ്യാണ്, ആലപ്പുഴ SD കോളേജിലാണ്. അപ്പം +1 +2 നമുക്ക് ബോട്ടണി എന്ന സബ്ജക്റ്റിനോടൊരു ഇഷ്ടം തോന്നിയിട്ടാണ് ഞാൻ വിഷയത്തിലോട്ട് എത്തുന്നത്. പിന്നീട് ഈ ടാക്സോണമി എന്ന് പറയുന്നൊരു മേഖലയാണ് എനിക്ക് ബോട്ടണിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത്. കാരണം നമ്മൾ ചെടികളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതൊക്കെ ഒരു മേഖലയാണത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇതെല്ലാം കണ്ടില്ലേ, ഇപ്പം അമ്മുമ്മ പറഞ്ഞതുപോലെ ഈ ചൊരിമണലിൽ എത്രയോ റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഇവിടെ വളരുന്ന കണ്ടപ്പോഴാണ് അമ്മുമ്മ ചെയ്യുന്നതിൻ്റെ ആ ഒരു റെലവൻസ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ വിചാരിക്കും, ഇപ്പം നമുക്കറിയാം ഒരു ചെടി കൊണ്ട് നട്ട് വളർത്തി അതിലൊരു പൂ കാണുന്നത് എത്രത്തോളം ശ്രമകരമായ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അമ്മുമ്മ ഈ 4.5 ഏക്കറിൽ എത്രയോ, അതായത് വളരെ റെയർ ആയിട്ടുള്ള ചിലത് എൻഡമിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ പോലും ഇവിടെ വളർന്നു. ഇപ്പം ഹിമാലയൻ ചെമ്പക അപ്പച്ചി പറഞ്ഞതുപോലെ ഇവിടെ വന്ന് ഫ്ലവർ ചെയ്തു എന്ന് പറയുമ്പം ഒരു എന്താ പറയുക ഫെർട്ടിലിറ്റി ഇല്ലാത്ത മണ്ണിൽ അത് വന്നെങ്കിൽ അത് അമ്മൂമ്മയുടെ സ്നേഹം എന്ന വളം കൊണ്ട് തന്നെയാണ് അതത്രയും പൂടുക വരെ ചെയ്തത്. പിന്നെ ഇപ്പോൾ പഠിച്ചു വരുന്നു ഞാൻ ആ അമ്മൂമ്മ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു മൂല്യം, അതിൻ്റെ റെലവൻസ്. ഇന്നിപ്പോൾ രാജ്യം ഇത്രയും വലിയൊരു ബഹുമതി കൂടി കൊടുത്തപ്പോഴത്തേക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഞങ്ങൾ ഇനി വരുന്ന എല്ലാ ജനറേഷനും തന്നിരിക്കുന്നത്. ഇതിൽ പിന്നെ ഇന്ദിരാ പ്രിയദർശിനി വിശ്വമിത്ര അവാർഡ് കിട്ടില്ല ആദ്യം അമ്മയ്ക്ക്. അതൊരു പ്രത്യേകതയുണ്ട്, അതായത് സിസ്റ്റർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. അത് 2003 അമ്മയ്ക്ക് കിട്ടിയത്. 2002 അവാർഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കാറ്റഗറിയിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന് കിട്ടിയിട്ടുണ്ട്. അവിടെ ഞാനാണ് ആ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ 2002 2003 കൂടെ 2005 ഒന്നിച്ച് ഡൽഹി വെച്ച് തരിക. അപ്പോൾ ഞാനും അമ്മയും ഒന്നിച്ചാണ് നാഷണൽ അവാർഡ് മേടിക്കാൻ ഡൽഹി പോകുന്നത്. അപ്പോൾ അത് അവർക്ക് തന്നെ ഒരു വലിയൊരു ഇതായിരുന്നു. നാഷണൽ അവാർഡ് മകൾക്ക് ഒരേ സ്റ്റേജിൽ. അതുപോലെ തന്നെ മോടെ കാര്യം ഇപ്പോൾ അവൾ പറഞ്ഞില്ലേ, അവൾ ബോട്ടണി എടുത്ത് ടാക്സോണമി ഇൻട്രസ്റ്റ്. ഇവിടുത്തെ പല സാധനങ്ങളും ഞങ്ങൾ കാട്ടിലൊക്കെ പോകുമ്പോൾ എൻ്റെ സ്റ്റുഡൻസ് കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരും, എല്ലാവരും കൊണ്ടുവരും. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ പലതും ഐഡൻറ്റിഫൈ ചെയ്യാതുണ്ടായിരുന്നു. പക്ഷെ മോള് ബോട്ടണി പഠിച്ചു കഴിഞ്ഞാൽ അവളാണ് കൂടുതലും ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത്. അവൾക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു എക്സ്പേർട്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എല്ലാ പൂവ് കായ ഇത് വേണം ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറയും. ഇവക്ക് ആ ഇലയും പൂവും കായും ഇവിടുന്ന് കാണാനുള്ള ആ ഒരു ഇതുണ്ട്. മറ്റവർ വരുന്ന സമയത്ത് ഒന്നുകിൽ പൂവായിരിക്കും അല്ലെങ്കിൽ കായായിരിക്കും. അങ്ങനെ ഇവൾ കുറേ ഐഡൻറ്റിഫൈ ചെയ്ത് അത് അമ്മയുടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഭൂമിദേവിക്കായി ഉള്ള ഈ പ്രവർത്തികളിലൂടെ ഭൂമിദേവിയുടെ ഒരു സമ്മാനമായി തന്നെയാണ് ഈ പുരസ്കാരത്തെയും ദേവിയമ്മ കാണുന്നത്. എല്ലാവിധ ആശംസകളും നമുക്കും നേരാം.